നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നും ആയിട്ടില്ല ശ്യാമേ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വാ അമ്മേ, ശ്യാമ ടീച്ചർ പഠിപ്പിച്ചാ മതി. വാടേ ഇങ്ങോട്ട്, അവളുടെ ഒരു ശ്യാമ ടീച്ചർ. ഭഗവാന്, എന്തൊക്കെ ഞാൻ ഈ കാണുന്ന. ഇനി അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തരുത്. അവളുടെ ഒരു സംഗീത ക്ലാസ് ഇതെന്നും അവൾക്കൊരു പാഠമായിരിക്കും. നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചത്? എല്ലാം മനഃപൂർവ്വം ചെയ്തതല്ലേ? സംഗീതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ കള്ളം പറഞ്ഞ്? ഇവിടെ ഇരുന്ന ആ പീക്കിരി പിള്ളേർക്കും ആ മന്ദബുദ്ധി പാരന്റ്സിനും സംഗീതത്തിന്റെ ABCD അറിയില്ല. അപ്പോ ഇങ്ങനെയും ചെയ്യാം. ഇവിടെ ഇരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അല്ല സംഗീതത്തിന്റെ ABCD അറിയാത്തത്. അത് ഇവൾക്കാ, നിങ്ങളുടെ മോക്ക്. എന്തു പറഞ്ഞേടി എന്റെ മോളെ കുറിച്ച്? എന്താ നീ പറഞ്ഞേ? ഇന്ന് രണ്ടാളും ക്ലാസ്സിൽ കാണിച്ചതേ വെറും ഷോ അല്ലേ? ശരി, എന്നാ സംഗീതത്തെ ശരിക്കും അറിയാവുന്നവരുടെ മുമ്പില് നിങ്ങളൊരു ഡിബേറ്റ് വെക്ക. ഞാൻ ഒറ്റയ്ക്ക് മതി. അമ്മയും മോളും കൂടി മറുപക്ഷത്ത് നിന്നോ, നമുക്ക് മത്സരിക്കാം. ആരാ ജയിക്കുന്നെന്നറിയാലോ. എന്താ എന്താ രണ്ടാളൊന്നും മിണ്ടാത്തെ? എന്റെ ഔദാര്യം പറ്റി ജീവിച്ച നീ അത്രയ്ക്ക് വളർന്നോ? വെറുതെ അതും ഇതും പറഞ്ഞ് നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. എന്തിനാണ് എന്റെ ക്ലാസ് അലങ്കോലം ആക്കിയത്? അതാ എനിക്കറിയേണ്ടത്. നീ നമ്മൾ തമ്മിലുള്ള കരാറ് തെറ്റിച്ചു. നിന്റെ ശബ്ദം എന്റെ മോൾക്ക് നീ വിറ്റിരിക്കുക. അപ്പോ ആ ശബ്ദത്തിന് അവകാശി വിസ്മയ. എന്റെ മോൾക്ക് വേണ്ടിയല്ലാതെ നിനക്ക് ട്യൂഷൻ എന്നല്ല ഒരു മൂളിപ്പാട്ട് പാടാനോ അവകാശമില്ല. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നീ നടത്തിയെന്നറിഞ്ഞ ഇങ്ങനെ ആവില്ല ഞാൻ പെരുമാറുന്നേ. നിങ്ങളും ഞാനും തമ്മിലുള്ള എഗ്രിമെന്റ് അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിലെവിടെയാ എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ പാടില്ല എന്നെഴുതിയിരിക്കുന്നേ? അത് എന്തായാലും എഗ്രിമെന്റ് ഉണ്ടല്ലോ. എന്റെ മോൾക്ക് വേണ്ടിയേ പാടാവൂന്ന് അതിലുണ്ട്. അപ്പോ ട്യൂഷൻ എടുക്കാനും പാടില്ല. ശരി, എന്നാ എഗ്രിമെന്റ് എടുക്ക. നമുക്കൊരു അഡ്വക്കേറ്റിനെ കാണിക്കാം. അങ്ങനെ ഒരു കരാർ അതിലുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഈ മ്യൂസിക് ട്യൂഷൻ നിർത്താം. എന്താ? അങ്ങനെ ഇനിയും തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല. നീ ഇനി മ്യൂസിക് ട്യൂഷൻ എടുക്കാൻ പാടില്ല. ആദ്യം ഞാൻ ചോദിച്ചത് തെളിയിക്ക, എന്നിട്ട് നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാം. ശരി, അഹങ്കാരം അത്രയ്ക്കായല്ലേ? ഓക്കെ, നീ വീണ്ടും പാട്ട് പഠിപ്പിക്കാൻ കാണാം. ശരിക്കും അരുന്ധതി ആരാണെന്ന് അപ്പ കാണാം. എടീ, എന്റെ മോൾക്ക് വേണ്ടി അല്ലാതെ പാടാൻ നീ നാവ് ചലിപ്പിച്ച ആ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. നോക്കിക്കോ. വാടി. മോളെ, അവര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? മോളുടെ നാവരിയൂന്ന്. അവരതും ചെയ്യാൻ മടിക്കാത്തവരാ. മോള് സൂക്ഷിക്കണം. ഇനി അവനെ പേടിച്ചിരുന്നാ പറ്റില്ലമ്മ. എന്തോ എനിക്കറിയില്ല, എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. സാറൊന്നും കഴിച്ചില്ലല്ലോ. ഒന്നും വേണ്ട പ്ലീസ്. ഞാൻ കുറച്ചു നേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ.
ഈ മകനിൽ നിന്ന് ആ അമ്മ അകറ്റിയത് ഞാനാ. എന്നോട് ദൈവം പോലും പൊറുക്കില്ല. എന്തായാലും അതൊരു വലിയ ഭാഗ്യം തന്നെയാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അരുണേട്ടൻ അശ്വതി ചേച്ചിയെ കണ്ടില്ലല്ലോ. അത്ഭുതം തന്നെയാ. അരുണേട്ടനെ അപ്പ കണ്ടിരുന്നെങ്കിലോ? ഒപ്പം ഐശ്വര്യടുത്തി ഉണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിക്കാന്ന് ഓർക്കാൻ തന്നെ പേടിയാവോ? പക്ഷെ മോൾക്ക് നല്ല സംശയമുണ്ട്. പലതവണ എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നു. എത്ര നാളാ മോളിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്ന് എനിക്കറിയില്ല. ശ്രീകുട്ടിയെ വിളിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നേ. ആ, അല്ല എവിടേക്ക്? ഞങ്ങളുടെ വീട്ടിലേക്ക്. അല്ല അവിടെ എന്താ വിശേഷം ശ്യാമേ? ഒരു വലിയ വിശേഷമുണ്ട്. ശ്യാമ മ്യൂസിക് ട്യൂഷൻ തുടങ്ങി. ശ്രീകുട്ടിയെ കൂടി പഠിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ. മ്യൂസിക് ട്യൂഷനോ? ശ്യാമയോ? അതെ, ഞാൻ തന്നെ. ആ, അല്ല അങ്ങനെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ സംഗീതത്തിൽ നല്ല അറിവുണ്ടാവണ്ടേ? അതൊക്കെ എനിക്കുണ്ട്. ശ്രീകുട്ടിയെ കൂടി പഠിക്കാൻ അങ്ങോട്ട് അയച്ചാ മതി. ശ്യാമ പാടുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. അതാ എന്റെ വിധി. എന്റെ ശബ്ദം എനിക്കല്ല ഉപയോഗപ്പെടുന്നേ, മറ്റുള്ളവർക്കാ. എത്ര പാടിയിട്ടും ഗായികയായിട്ട് അറിയപ്പെടാൻ എനിക്ക് യോഗമില്ല. അല്ല അങ്ങനെയൊക്കെ കഴിവുണ്ടെങ്കിൽ ഇപ്പൊ എന്തുമാത്രം അവസരമാ ഉള്ളത്? എന്തിന് സിനിമയിൽ തന്നെ പാടാനും അവസരം കിട്ടില്ലേ? എന്തായാലും അടുത്ത ദിവസം ചേച്ചി ശ്രീകുട്ടി കൂടി വിട്. ശ്യാമയുടെ ക്ലാസ് ഒന്ന് കേട്ടു നോക്ക്. പിന്നെ മോളെ ട്യൂഷന് ചേർക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. അതല്ല ഞാൻ പറഞ്ഞത്. അഖിലിനെ ശ്യാമയും ഞാൻ അവിശ്വസിക്കുന്ന എന്തിനാ? ശ്രീകുട്ടിയെ ഉറപ്പായി ഞാൻ അയക്കാം. പോരെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.